KSUവും മുഖ്യമന്ത്രിയും നേർക്കുനേർ. രാഷ്ട്രീയ പോരു കുഴക്കു കൂടുകയാണ്. റിപ്പോർട്ട് ബ്രേക്കിംഗ്. പ്ലീഡർ നിയമന വിവാദത്തിൽ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകാതെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. GP നിയമനത്തിലെ KSU പ്രതിഷേധത്തെ തള്ളിയ മുഖ്യമന്ത്രിയുടെ അധിക്ഷേപ പരാമർശത്തിന് പിന്നാലെയാണ് അലോഷ്യസ് സേവ്യർ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയത്. ആദ്യം നമുക്ക് ഇന്നലെ മുഖ്യമന്ത്രി KSUവിനെ കുറിച്ച് നടത്തിയ പരാമർശം അത് കേട്ടുകൊണ്ട് തുടങ്ങാം. അവരൊന്നും അല്ലല്ലോ ഇത് തീരുമാനിക്കുന്നത്. തിരുവനന്തപുരം ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയാണോ ഗവൺമെന്റ് പ്ലീഡറെ തീരുമാനിക്കുന്നത്? നോ നോ നോ, അതൊക്കെ വെറുതെ അനാവശ്യമായിട്ട് നിങ്ങളിത് ഊതി വീർപ്പിച്ച് നിങ്ങൾ വലിയ വാർത്തയാക്കിയാണ്. തിരുവനന്തപുരം ലോ കോളേജിലെ KSU യൂണിറ്റ് കമ്മിറ്റി ഗവൺമെന്റ് പ്ലീഡറെ നിയമിക്കുന്നതിന് അവർക്ക് എന്താ കാര്യം? ഒരു കാര്യമില്ല അവർക്കൊന്നും. യെസ്, റോഷിബാൽ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. റോഷിബാൽ, ഇതിപ്പോൾ നേർക്കുനേർ നിൽക്കുകയാണ് വിദ്യാർത്ഥി സംഘടനയും മുഖ്യമന്ത്രിയും തമ്മിൽ. കോൺഗ്രസിനകത്ത് ഇതൊരു രാഷ്ട്രീയ പോരായി തന്നെ വളരുമെന്നാണ് മനസ്സിലാക്കുന്നത്. പുറത്തുനിന്ന് പോലും മറ്റു പാർട്ടികളിൽ നിന്നുപോലും നേതാക്കൾ അഭിപ്രായം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് KSU മുന്നോട്ട് വെച്ച കാര്യം? അതിപ്പോൾ ഒരു RSS പ്രവർത്തകനായിട്ടുള്ള അല്ലെങ്കിൽ BJPയുടെയും മറ്റുമൊക്കെ കൊലപാതക കേസുകൾക്കടക്കം കോടതിയിൽ ഹാജരാവുന്ന ഒരാളെ ഗവൺമെന്റ് പ്ലീഡർ ആക്കരുത് എന്നുള്ള ആവശ്യം അത് KSUവിന്റെ മാത്രം ആവശ്യമല്ല, പൊതുസമൂഹത്തിൽ പല ഭാഗത്തു നിന്നും ഉയർന്നിട്ടുള്ള അഭിപ്രായമാണ്. മാത്രമല്ല പാർട്ടി MLA-മാർക്ക് അടക്കമുള്ള ഒരു അഭിപ്രായമായിരുന്നു KSUവിന്റേത്. അതിന് ഇന്നലെ മുഖ്യമന്ത്രി ഈ ഒരു സംഘടനയെ പരിഹസിച്ചുകൊണ്ടുള്ള പരാമർശം നടത്തുന്നു. KSU പ്രവർത്തകർ മുഖ്യമന്ത്രിയെ ഒന്ന് നേരിട്ട് കാണാൻ ശ്രമിക്കുമ്പോൾ പോലും അതിന് അനുമതി കിട്ടുന്നില്ല. ഈ വിവാദം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇതിന്റെ തുടക്കം എന്താണ് റോഷിബാൽ? ഇപ്പോൾ ഈ വിവാദം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? റോഷ്നി, GP നിയമനം തുടക്കം മുതൽ തന്നെ വിവാദമായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ നിന്നും KSU പരാതി ഉയർത്തിയിരുന്നില്ല. ഏറ്റവും ഒടുവിൽ 2 നിയമനങ്ങളാണ് KSU ചോദ്യം ചെയ്യുന്നത്. അതൊന്ന് ലോ കോളേജിലെ മുൻ SFI നേതാവായ അഭിഭാഷകയെ സർക്കാർ അഭിഭാഷകയായി നിയമിച്ചത് വിമർശനമുയർത്തി KSU സംസ്ഥാന നേതൃത്വം തന്നെ മുന്നോട്ട് വന്നു. മറ്റൊന്ന് ABVPയുടെ നേതാവിനെ അഭിഭാഷകനാക്കിയതാണ് വിമർശനത്തിന് കാരണമായത്. ഈ 2 സർക്കാർ അഭിഭാഷകരെയും ആ പദവിയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യമാണ് KSU സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ചത്. കാരണം KSUവുമായി ഏറെക്കാലം പോരടിച്ച KSU പ്രവർത്തകർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിച്ചവരെ എന്തിനാണ് UDF സർക്കാരിന്റെ കാലത്ത് സർക്കാർ അഭിഭാഷകരായി ഹൈക്കോടതിയിൽ നിയമിക്കുന്നതെന്ന ചോദ്യമാണ് KSU സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ഉയർത്തിയത്. ഇത് സംബന്ധിച്ച പരാതിയും നൽകിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നിഷേധിച്ചുകൊണ്ട് മുഖ്യമന്ത്രി KSU സംസ്ഥാന നേതൃത്വത്തെ ഒന്നാകെ അപമാനിച്ചു എന്ന വിലയിരുത്തലാണ് നേതൃത്വമുള്ളത്. അതുകൊണ്ടാണ് രൂക്ഷ ഭാഷയിൽ തന്നെ KSU സംസ്ഥാന ട്രഷറർ ഉൾപ്പെടെയുള്ളവർ പരസ്യ പ്രതികരണത്തിന് തയ്യാറായത്. ഏതായാലും KSU സംസ്ഥാന നേതൃത്വത്തിൽ ഒന്നാകെ ഇക്കാര്യത്തിൽ അസംതൃപ്തിയുണ്ട്. കോൺഗ്രസിലും അതൃപ്തി പുകയുന്നുണ്ട്. കാരണം KSU എന്ന വിദ്യാർത്ഥി സംഘടനയെ അപമാനിച്ചത് ശരിയായില്ല, മുഖ്യമന്ത്രി തിരുത്തണമെന്ന ആവശ്യമാണ് അവരെല്ലാവരും മുന്നോട്ട് വെക്കുന്നത്. അതിനിടയിലാണ് കൂടിക്കാഴ്ചയ്ക്ക് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ അനുമതി തേടിയത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി വൈകുവോളം മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അലോഷ്യസ് സേവ്യറും സഹഭാരവാഹികളും കാത്തിരുന്നെങ്കിലും മുഖ്യമന്ത്രി ആ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയില്ല. ഒടുവിൽ ഇന്നും കാത്തിരിക്കുകയാണ്. ഇന്നെങ്കിലും മുഖ്യമന്ത്രി കനിയും കൂടിക്കാഴ്ചയ്ക്ക് എന്ന പ്രതീക്ഷയാണ് KSU സംസ്ഥാന അധ്യക്ഷനുള്ളത്. ഒരുപക്ഷെ കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയ സമരങ്ങൾ പലതവണ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ജയിലിൽ കഴിയേണ്ടി വന്നു. ഒരു ഘട്ടത്തിൽ വനിതാ നേതാക്കൾ ജയിൽ ജാമ്യം ലഭിച്ചപ്പോൾ ജാമ്യത്തിലിറക്കാൻ പോലും നേതാക്കളില്ലാതെ ബുദ്ധിമുട്ടിയ കാഴ്ച തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അങ്ങനെ നിരവധി പീഡനങ്ങളും കേസുകളും ഏറ്റുവാങ്ങിയ KSU പ്രവർത്തകരെ അപമാനിക്കുകയായിരുന്നു മുഖ്യമന്ത്രി എന്ന പരാതിയാണിപ്പോൾ KSU സംസ്ഥാന ഭാരവാഹികൾ ഉന്നയിക്കുന്നത്. ഏതായാലും ഇത് വലിയ വിവാദമായി വളരുകയാണ് കോൺഗ്രസിനകത്ത്. റോഷിനി, യെസ്, റോഷിബാലാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.